നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അമേരിക്കയെ ചുഴറ്റിയെറിഞ്ഞ് 11 ചുഴലിക്കാറ്റ് തുടരെ വീശി 26 മരണമുണ്ടായി. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്നാണ് മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകളിലേക്ക്. മിസിസിപ്പി സംസ്ഥാനത്ത് വീശിയടിച്ച വൻ ചുഴലിക്കാറ്റിലും പേമാരിയിലും 26 പേർ മരിച്ചു, 4 പേരെ കാണാതായി. 20 പേർക്ക് പരിക്കേറ്റു. അലബാമയിൽ ഒരാൾ മരിച്ചു. സിൽവർ സിറ്റി, റോളിംഗ് ഫോർക്ക് പട്ടണങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. മരങ്ങൾ ഒടിഞ്ഞു വീണും വീടുകൾ തകർന്നും ട്രക്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തകർന്നു വീണും ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതി വിതരണം നിലച്ചു. വീടുകളിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ചുഴലിക്കാറ്റിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. മേഖലയിൽ 11 ചുഴലിക്കാറ്റുകൾ വീശിയടിച്ചെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ പല പ്രദേശങ്ങളും ഇപ്പോഴും ഇരുട്ടിലാണ്. റോഡ് ഗതാഗതം താറുമാറായി. തെക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയാണ് അനുഭവപ്പെടുന്നത്. മിസിസിപ്പിയുടെ പല ഭാഗങ്ങളിലും ഗോൾഫ് ബോളുകളുടെ വലുപ്പമുള്ള ആലിപ്പഴങ്ങൾ വീണതായും റിപ്പോർട്ടുണ്ട്. 13 കിലോമീറ്റർ വേഗത്തിലാണ് ചുഴലിക്കാറ്റ് വീശിയത്. സിൽവർ സിറ്റിയിലും റോളിംഗ് ഫോക്കിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വിനോന, അമോറി പട്ടണങ്ങളിലും ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചിട്ടുണ്ട്. അലബാമയിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടു. ചുഴലിക്കാറ്റ് നാശം വിതച്ച മേഖലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തര സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാശനഷ്ടത്തിന്റെ ദൃശ്യങ്ങൾ ഹൃദയഭേദകമെന്നാണ് ജോ ബൈഡൻ പ്രതികരിച്ചത്. ഷാർക്കി, ഹംഫ്രീസ് കൗണ്ടികളിൽ തിരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവ തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തുടനീളം ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഷാർക്കി കൗണ്ടിയിൽ 13 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്. വെള്ളിയാഴ്ചയാണ് സംസ്ഥാനത്ത് ഇടിമിന്നലുണ്ടായത്. രാത്രി 8:50 ചുഴലിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മിസിസിപ്പിയിലെ ജാക്സണിൽ നിന്ന് 96 കിലോമീറ്റർ വടക്ക് കിഴക്കായി ചുഴലിക്കാറ്റ് നാശം വിതച്ചതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം സ്ഥിരീകരിച്ചു. 113 കിലോമീറ്റർ വേഗതയിൽ വടക്കുകിഴക്ക് വീശിയടിക്കുന്ന ചുഴലിക്കാറ്റ് ദുർബലമാകാതെ വിനോന, അമോറി എന്നിവയുൾപ്പെടെയുള്ള പട്ടണങ്ങളിലൂടെ അലബാമയിലേക്ക് പ്രവേശിച്ചതിനാൽ ഗ്രാമീണ പട്ടണങ്ങളായ സിൽവർ സിറ്റിയിലും റോളിംഗ് ഫോർക്കിലും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോളിംഗ് ഫോർക്ക് നഗരം വലിയ നാശനഷ്ടം നേരിട്ടതായി റോളിംഗ് ഫോർക്ക് മേയർ എൽഡ്രിഡ്ജ് വാക്കർ പറഞ്ഞതായാണ് CNN റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൊടുങ്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് മിസിസിപ്പി പട്ടണമായ റോളിംഗ് ഫോർക്കിനെയാണ്. രാവിലെ ചിത്രീകരിച്ച വീഡിയോയിൽ വീടുകൾ അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളായി മാറിയതും കാറുകൾ മറിഞ്ഞുകിടക്കുന്നതും മരങ്ങൾ കടപുഴകി വീണതുമെല്ലാമാണ് കാണാൻ സാധിക്കുന്നത്. ഗോൾഫ് ബോളുകളോളം വലിയ ആലിപ്പഴം വീഴ്ചയും ഉണ്ടായിട്ടുണ്ട്. സിൽവർ സിറ്റി, റോളിംഗ് ഫോർക്ക് പട്ടണങ്ങളിൽ നിന്ന് വടക്കുകിഴക്ക് ഭാഗത്തേക്ക് 113 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശീതകാല മാസങ്ങളിൽ തെക്കൻ US-ൽ കൊടുങ്കാറ്റ് ആഞ്ഞു വീശാറുണ്ട്. മെക്സിക്കോ ഉൾക്കടലിൽ നിന്ന് ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു ഉയർന്ന് തണുത്ത വായുവുമായി കൂട്ടിയിടിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.